പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിത്യമായി നമ്മൾ ഉപയോഗിക്കേണ്ട ഒരുപാട് പച്ചക്കറികളും പഴങ്ങളും മറ്റ് ഭക്ഷ്യസാധനങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്ലാസുകൾ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായി നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് പാവങ്ങളുടെ ഇറച്ചി എന്നറിയപ്പെടുന്ന മുരിങ്ങയിലയെ പറ്റിയാണ്. മുരിങ്ങ മരം അല്ലെങ്കിൽ മുരിങ്ങാക്കോല്, മുരിങ്ങയില, അതാണ് പ്രധാനപ്പെട്ട നമ്മുടെ വിഷയം. അപ്പോൾ ഇൻഷാ അള്ളാ മുരിങ്ങയില അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ ചില ആളുകൾ മുരിങ്ങയില കഴിക്കാൻ പാടില്ല. ഇത്ര വലിയ ഗുണങ്ങൾ ഉള്ളതാണെങ്കിലും ചില ആളുകൾ കഴിച്ചാൽ പ്രശ്നമാണ്. കൂട്ടത്തിൽ പറയട്ടെ, കർക്കിടക മാസത്തിൽ മുരിങ്ങയില കഴിക്കാൻ പാടില്ല എന്ന് പഴയകാല ആളുകൾ പറയുന്നുണ്ട്. അതിലൊക്കെ എന്തെങ്കിലും വാസ്തവമുണ്ടോ ഉസ്താദെ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. കൂട്ടത്തിൽ മുരിങ്ങയില പറിച്ച ദിവസം തന്നെ കഴിച്ചില്ലെങ്കിൽ, പാചകം ചെയ്തില്ലെങ്കിൽ അതിൽ വിഷാംശമുണ്ടാകും, പിന്നീട് കഴിച്ചാൽ മരിച്ചു പോകും എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട്. പഴമക്കാരിൽ ബഹുഭൂരിപക്ഷം ആളുകളും ആ അഭിപ്രായമുള്ളവരാണ്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? നമുക്കൊന്ന് പരിശോധിച്ചാലോ. മുരിങ്ങയില എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിന് കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തുകൊണ്ടാണ് സാധാരണ നമ്മുടെ പച്ചക്കറി കടകളിൽ മുരിങ്ങയില വാങ്ങാൻ കിട്ടാത്തത്? സാധാരണ പച്ചക്കറി കടകളിൽ വേപ്പിലയും അതുപോലെ ചീരയും ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും, പക്ഷെ മുരിങ്ങയില വാങ്ങാൻ കിട്ടൽ വിരളമാണ്. എന്താണ് അതിന്റെ കാരണം? ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു മുരിങ്ങയില ചർച്ചയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലുള്ളത്. അവസാനം വരെ കാണാൻ വിട്ടുപോകണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും കിട്ടുന്ന ദുനിയാവിലും നാളെ ആഖിറത്തിലും, പ്രത്യേകിച്ച് ആഖിറത്തിൽ വിചാരണ കൂടാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ എല്ലാവിധത്തിലുള്ള രോഗങ്ങൾക്കും അല്ലാഹു ശിഫാ പ്രദാനിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാവിലത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ആത്മീയമായ ഒരുപാട് കാര്യങ്ങൾ പറയും. നമ്മുടെ നിസ്കാരത്തിൻ്റെ കാര്യം, നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കേണ്ട കാര്യങ്ങൾ, ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളാണ് നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് വരുന്നത്. അതിൻ്റെ ഇടയിൽ നിത്യമായി നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും, അത് ഭക്ഷണ സാധനങ്ങൾ, അതല്ലാത്ത ചില സാധനങ്ങൾ, അതിൻ്റെയൊക്കെ ഉപയോഗം എങ്ങനെയായിരിക്കണം എന്നൊക്കെ നമ്മൾ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ കഴിക്കേണ്ട ചില പച്ചക്കറികൾ, പഴങ്ങൾ, മറ്റു വസ്തുക്കൾ, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞിട്ടുള്ള വീഡിയോകൾ ഒരുപാട് നമ്മുടെ ചാനലിൽ ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈത്തപ്പഴം നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഈത്തപ്പഴം അധികമായി കഴിച്ചാൽ ചില പ്രശ്നങ്ങളുണ്ട്. അതുപോലെ അത്തിപ്പഴം, മുന്തിരി, മുട്ട, ഉപ്പ്, കുരുമുളക്, ഇഞ്ചി, ഉള്ളി, ഉലുവ, ജീരകം, തക്കാളി, വേപ്പില, ഇറച്ചി, കടുക്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതെങ്ങനെ ഉപയോഗിക്കണം, അത് കൂടിയാൽ എന്താണ് പ്രശ്നം, അത് കുറഞ്ഞാൽ എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ അത് ഏതൊക്കെ രൂപത്തിലാണ് നമ്മൾ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്, പാലിനെ പറ്റിയൊക്കെ വിശദമായി നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ ഈ ചാനലിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ, ബഹുഭൂരിപക്ഷം വീടുകളിലും എന്ന് ഞാൻ പറയുന്നില്ല, മിക്ക വീടുകളിലും എന്ന് പറയാം, മിക്ക വീടുകളിലും ഉള്ള, പക്ഷെ ഇന്നത്തെ കാലത്ത് കുറവാണ്, പണ്ടൊക്കെ ഒരുപാട് വീടുകളിൽ വേപ്പില ഉണ്ടല്ലോ, അതുപോലെ ഉണ്ടായിരുന്ന ഒരു ചെടിയാണ് അല്ലെങ്കിൽ മരമാണ് മുരിങ്ങ മരം, മുരിങ്ങാച്ചെടി. പക്ഷെ ഇന്ന് അത് കുറവാണ്, പക്ഷെ എന്നാലും പല വീടുകളിലും ഉണ്ട്. ഒരുപാട് ഗുണങ്ങളുള്ള, അതായത് പാവങ്ങളുടെ ഇറച്ചി എന്നാണ് ഈ മുരിങ്ങയിലെ പറ്റി പറയുന്നത്. പാവങ്ങളുടെ ഇറച്ചി. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ പാവപ്പെട്ടവരാണ്, അവർക്ക് ഇപ്പോൾ എന്നും ഇറച്ചി മീനൊന്നും വാങ്ങാനുള്ള പൈസയില്ല. പക്ഷെ ഒരു ഇറച്ചി നമ്മൾ പാചകം ചെയ്ത് കഴിക്കുന്നത് പോലെ നമുക്ക് ആ ഇറച്ചിയിൽ നിന്നും കിട്ടുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്, പ്രോട്ടീൻ ഉൾപ്പെടെ. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ മുരിങ്ങയിലയിൽ നിന്നും കിട്ടും. അതാണ് ഈ പാവങ്ങളുടെ ഇറച്ചി എന്നാണ് ഈ മുരിങ്ങയിലയെ പറ്റി പറയാറുണ്ടായിരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീട്ടിൽ മുരിങ്ങയില ഉള്ളവരും ഇല്ലാത്തവരും, മുരിങ്ങയില കഴിക്കാൻ ആഗ്രഹിക്കുന്നവരും ആഗ്രഹിക്കാത്തവരും എല്ലാവരും കേൾക്കേണ്ട ഇന്നത്തെ ക്ലാസ് വളരെ പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ കേൾക്കുക. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ മുരിങ്ങയില അധികമായി കാണുന്നത്. ഈ മുരിങ്ങ മരത്തെ പറ്റി പറയുന്നത് കൽപ്പക വൃക്ഷം എന്നാണ്. അതായത് അതിൻ്റെ ഒന്നും കളയാനില്ല. ഇപ്പം ഈ തെങ്ങ്, ഈത്തപ്പന, ഇതൊക്കെ എന്താണ്? കൽപ്പക വൃക്ഷമാണ്. അതിൻ്റെ ഒന്നും കളയാനില്ല. അതിൻ്റെ ഇപ്പം തെങ്ങെടുത്താൽ അതിൻ്റെ ഓല, അതിൻ്റെ ഈർക്കിലി, അല്ലേ? അതുപോലെ തന്നെ ഇപ്പം തേങ്ങ എടുത്താൽ അതിൻ്റെ മടല്, അതിൻ്റെ ഉള്ളിലെ ചകിരി, പിന്നെയോ ചിരട്ട, അതിൻ്റെ ഉള്ളിലെ വെള്ളം, അതിൻ്റെ ഉള്ളിലെ തേങ്ങ,
പിന്നെ അതിൻ്റെ തടി, അതിൻ്റെ വേര് എല്ലാം നമുക്ക് പല രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റും. എന്നതുപോലെ ഈ മുരിങ്ങ ചെടിയെടുത്താൽ അതിൻ്റെ ഇല, അതിൻ്റെ ആ മുരിങ്ങ കോല്, പിന്നെ അതിൻ്റെ തൊലി, മുരിങ്ങയുടെ തൊലി, അതുപോലെ അതിൻ്റെ തടി, അതിൻ്റെ വേര്, അതിൻ്റെ പൂവ് എല്ലാം നമുക്ക് പലതരത്തിലും ഗുണങ്ങളുള്ളതാണ്. പല മരുന്നുകൾ, പ്രത്യേകിച്ച് ആയുർവേദ മരുന്നുകളിലും ഇംഗ്ലീഷ് മരുന്നുകളിലുമൊക്കെ ഇതിൻ്റെ കണ്ടന്റുകളൊക്കെ ചേർക്കാറുണ്ട്. അതിൻ്റെ ഇല എടുത്താൽ, ഇപ്പോൾ മുരിങ്ങ ഇല, അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചർച്ച. മുരിങ്ങ ഇലയിൽ അതിൽ കാൽഷ്യമുണ്ട്, പൊട്ടാഷ്യമുണ്ട്, മിനറൽസ് ഉണ്ട്, അത് പ്രോട്ടീൻ ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ വളർന്നു വരുന്ന ബാക്ടീരിയ, ഫംഗസ്, അതിനെയൊക്കെ നശിപ്പിക്കാനുള്ള കഴിവ് ഈ മുരിങ്ങ ഇലയ്ക്ക് ഉണ്ടെന്നാണ്. എത്രത്തോളം ക്യാൻസർ ഉണ്ടാക്കുന്ന മോശപ്പെട്ട കോശങ്ങളെ വരെ നശിപ്പിക്കാനുള്ള കഴിവ് പടച്ചോൻ എന്തിൽ വെച്ചിട്ടുണ്ട്? മുരിങ്ങ ഇലയിൽ വെച്ചിട്ടുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടല്ലോ, ഈ ബ്രസ്റ്റ് ക്യാൻസറിനെ തടയാനുള്ള കഴിവ് പോലും ഈ മുരിങ്ങ ഇലയിൽ ഉണ്ട് എന്ന് ഇന്നത്തെ ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുകയാണ്. മുരിങ്ങയില ഉണക്കി, അത് കഴുകി ഉണക്കി പൊടിച്ചിട്ട് അത് വെള്ളം ചേർത്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി മുഖത്ത് തേച്ചാൽ, കഴുത്തിൽ തേച്ചാൽ കറുത്ത പാടുകൾ, കറുത്ത കുരുക്കൾ ഒക്കെ പോകുമെന്ന് ഇന്ന് ആയുർവേദം നമുക്ക് പറഞ്ഞു തരുകയാണ്. ഇങ്ങനെ ഓരോന്നെടുത്ത് ഞാനിപ്പോൾ പറയാതെ തന്നെ നമ്മുടെ ഈ എൻ്റെ ക്ലാസ് കേൾക്കുന്ന വല്ലുമ്മമാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഞാൻ ഈ പറയുന്നതിൻ്റെ ഇരട്ടി ഗുണങ്ങൾ ഈ മുരിങ്ങയിലെ പറ്റി നിങ്ങൾക്ക് പറയാനുണ്ടാകും. കാരണം നിങ്ങളൊക്കെ പണ്ട് മുതലേ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ കേൾക്കുന്നവരാണ്. എന്നാലും കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. ഈ മുരിങ്ങയുടെ തൊലി അത് പ്രഷർ കുറയ്ക്കാനും പല്ലുവേദന മാറാനും അൾസറിന് പോലും പല മരുന്നായിട്ടും ഉപയോഗിക്കുന്നുണ്ട് മുരിങ്ങയുടെ തൊലി. അതുപോലെ ഗർഭിണികൾ ഈ ഇല കൂടുതൽ കഴിക്കാൻ പാടില്ല. മുരിങ്ങയില ഔഷധ ഗുണങ്ങളുള്ളതാന്നൊക്കെ പറഞ്ഞ് എല്ലാ ദിവസവും മുരിങ്ങയില ഇങ്ങനെ തോരൻ വെച്ച് കഴിക്കുന്നത് അത് വയറ് ചീത്തയാക്കും. അപ്പം നല്ലതുമാണ്, പക്ഷെ ഇത് അമിതമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞതുപോലെ ഇത് രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ ഈ മുരിങ്ങ ഇലക്കും മുരിങ്ങാക്കോലുണ്ടല്ലോ, മുരിങ്ങാക്കോല് ഭയങ്കര ബെനിഫിറ്റാണ്. പുരുഷന്മാർക്ക് അത് ഭയങ്കരമായ ലൈംഗിക ശേഷിയും കായിക ശേഷിയും ഒക്കെ കൂട്ടാൻ നല്ലതാണ്. പിന്നെ ഈ മുരിങ്ങ ഇലയാവട്ടെ അല്ലെങ്കിൽ മുരിങ്ങാക്കോലാവട്ടെ ഗർഭിണികൾ അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾ അമിതമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. കാരണം അമിതമായ ബ്ലീഡിംഗ് ഉണ്ടാവാൻ കാരണമാകും എന്നും നമുക്ക് ഡോക്ടർമാർ പറഞ്ഞു തരികയാണ്. പിന്നെ ഈ മുരിങ്ങ ഇലക്ക് നമ്മുടെ BP കുറയ്ക്കാൻ, നോർമലാക്കാൻ കഴിവുണ്ട്. മാത്രമല്ല നമ്മുടെ കരളിലുള്ള കൊഴുപ്പുകൾ അലിയിച്ച് കളയാനും ഇത് ഇടയ്ക്കിടയ്ക്ക്, എല്ലാ ദിവസവും അല്ല, ഇടയ്ക്കിടയ്ക്ക് അധികം എണ്ണ ചേർക്കാതെ, മുരിങ്ങയില തോരൻ വെക്കുമ്പോൾ കുറേ എണ്ണ വാരി ഒഴിച്ചിട്ടല്ല, അപ്പൊ പിന്നെ അത് ഗുണത്തെക്കാൾ കൂടുതൽ ദോഷമായിരിക്കും ഉണ്ടാവുക. അതല്ലാതെ ഒരു മിതമായ രൂപത്തിൽ കുറേ പാചകം ചെയ്ത് അതിങ്ങനെ കരിയിപ്പിച്ചോ അല്ലെങ്കിൽ ഭയങ്കരമായി വേവിച്ചോ എടുക്കാതെ ഒരു മീഡിയം ലെവലിൽ ഈ മുരിങ്ങയില വേവിച്ച് അതിൽ കടുക് പൊട്ടിച്ച്, അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇഞ്ചി ചതച്ചതിട്ട്, പിന്നെ നമ്മുടെ വെളുത്തുള്ളി അല്പം കൂടുതലിട്ടാലും കുഴപ്പമില്ല, പിന്നെ സവാള വേണമെന്നില്ല, ഇനി വേണമെങ്കിൽ 2-3 ഉള്ളി അരിഞ്ഞിട്ട് പിന്നെ അതൊന്ന് മൂത്ത് വരുമ്പോൾ മുരിങ്ങയില കഴുകി വെച്ചതുമിട്ട് ഒന്ന് അടച്ച് ഒരല്പസമയം വേവിച്ചാൽ മതി. എന്നിട്ടത് ചിലപ്പോൾ നല്ല രുചിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ രുചിയേക്കാൾ കൂടുതൽ ഗുണമാണ് അത് കഴിച്ചാൽ ഉണ്ടാവുക. പ്രമേഹം കുറയ്ക്കാനും ഇത് നല്ലതാണ് എന്ന് നമുക്ക് ഡോക്ടർമാർ പറഞ്ഞു തരുകയാണ്. കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ വളരെ നല്ലതാണ്. ബുദ്ധി കൂടാനും അവർക്കൊരു ഉഷാറുണ്ടാവാനും ഈ മുരിങ്ങയില തോരൻ അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടോളുന്നില്ല, ഇതെന്താണ് ഇല തന്നെ എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. പക്ഷെ എന്നാലും അത് എങ്ങനെയെങ്കിലും അവർക്ക് കൊടുത്താൽ അത് നല്ല ബുദ്ധി കൂടാനും ഉഷാറ് കൂടാനും നല്ലതാണ്. നമ്മൾ കഴിക്കുന്ന ഓറഞ്ചിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ വീട്ടിലുള്ള ചീര, അതിലും ഒരുപാട് ഗുണങ്ങളുണ്ട്. പാല് കുടിച്ചാൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടും. ക്യാരറ്റ് കഴിച്ചാൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടും. അപ്പൊ ഈ ഓറഞ്ച്, ചീര, പാല്, ക്യാരറ്റ് എന്നിവയിൽ ഉള്ളതിനേക്കാളൊക്കെ കൂടുതൽ ഗുണങ്ങൾ എന്തിനുണ്ട്? ഈ മുരിങ്ങ ഇലയിൽ ഉണ്ട് എന്ന് നമുക്ക് ഡോക്ടർമാരൊക്കെ പറഞ്ഞു തരുകയാണ്. പിന്നെ പ്രോട്ടീൻ ധാരാളമുണ്ട്. പ്രോട്ടീൻ ഈ ഇറച്ചിയിലൊക്കെ ഏറ്റവും കൂടുതൽ എന്താണ്? ബീഫ് ആവട്ടെ, ചിക്കൻ ആവട്ടെ, മട്ടൻ ആവട്ടെ, അതിലൊക്കെ ഒരുപാട് പ്രോട്ടീനാണുള്ളത്. ഈ പ്രോട്ടീൻ ഉള്ള ഒരു പച്ചക്കറി എന്ന് പറഞ്ഞാൽ അത് ഈ മുരിങ്ങ ഇലയും അല്ലെങ്കിൽ മുരിങ്ങക്കോലുമാണ്. മുരിങ്ങ ഇല പാവപ്പെട്ടവരുടെ ഇറച്ചിയാണെന്നാണ് ഇന്നിപ്പോ ഡോക്ടർമാരൊക്കെ പറയുന്നത്.
ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ, കൊളസ്ട്രോൾ ഉള്ളവരെ നല്ല കൊളസ്ട്രോളും ഉണ്ട്, ചീത്ത കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തുണ്ട്. ചീത്ത കൊളസ്ട്രോൾ കൂടുമ്പോഴാണ് നമുക്ക് അത് കൂടിയാണ് അറ്റാക്കൊക്കെ വരുന്നത്. അപ്പോൾ ഈ ചീത്ത കൊളസ്ട്രോൾ കുറച്ച് നല്ല കൊളസ്ട്രോൾ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കൊളസ്ട്രോൾ കൂട്ടാൻ ഈ മുരിങ്ങയില കഴിക്കൽ. എല്ലാ ദിവസവും കഴിക്കരുത്, ഒന്നിടവിട്ട ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസമോ അങ്ങനെ കഴിച്ചാൽ അത് നല്ലതാണ്. പിന്നെ പലരൊക്കെ പറയുന്നു, ഉസ്താദെ ഞങ്ങൾക്കറിയാം ഇത്ര ഗുണങ്ങളൊക്കെ ഉണ്ടെന്നറിയാം, പക്ഷെ ഞങ്ങൾ ഈ മുരിങ്ങ വെച്ച് പിടിപ്പിച്ചിട്ട് അത് കിളുക്കുന്നില്ല. എന്താണ് ചെയ്യുന്നത്? കിളുക്കുന്നില്ല, അത് കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ട് പിന്നെ ഉണങ്ങിപ്പോകുന്നു. 2 കാര്യമാണ്. ഒന്ന്, ഇതിന് അമിതമായ വെള്ളം ആവശ്യമില്ല, അമിതമായിട്ട് വെള്ളം ആവശ്യമില്ല, മറിച്ച് എന്നാലും നല്ല ജലാംശം ഇതിന് വേണം. കൂട്ടത്തിൽ നല്ല വെയിലും ഇതിന് കിട്ടണം, നല്ല വെയിൽ കിട്ടണം. ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ, നല്ല വെയിലത്ത് ഇതിങ്ങനെ നല്ല രൂപത്തിൽ കായ്ച്ചു നിൽക്കും. അപ്പം പറഞ്ഞു വന്നത്, നല്ല വെയിലും ഇതിനാവശ്യമാണ്, അതോടൊപ്പം തന്നെ അത്യാവശ്യം വെള്ളവും ആവശ്യം. അപ്പം നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം ഇത് നട്ടുപിടിപ്പിക്കാൻ. പിന്നെ ഈ രക്തം കുറവുള്ള, അനീമിയ എന്ന് തോന്നുന്നു, ഈ രക്തം കുറഞ്ഞു വരുന്ന അല്ലെങ്കിൽ എപ്പോഴും ശരീരം ഒന്ന് ശോഷിച്ചിരിക്കുന്ന ആളുകൾ, അവർക്ക് ഈ മുരിങ്ങാക്കോല് കറി വെച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ മുരിങ്ങയില കറി വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഈ മുരിങ്ങയില നമ്മൾ പല രൂപത്തിൽ കറി ഉണ്ടാക്കുക. തോരനാണ് മെയിൻ ആയിട്ട് ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഈ മോരിങ്ങനെ കാച്ചിയിട്ട് അതിൽ ഈ മുരിങ്ങയില വെച്ച് കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ മുരിങ്ങയില വെച്ച് സൂപ്പ് ഉണ്ടാക്കി കഴിക്കുക. അങ്ങനെ പല രൂപത്തിൽ ഓരോ വീട്ടിൽ ചെന്നാലും ഇപ്പം എൻ്റെ ക്ലാസ് കേൾക്കുന്ന ഉമ്മമാർ, നിങ്ങൾക്കൊക്കെ പല രൂപത്തിൽ ഈ മുരിങ്ങയില വെച്ച് കറി ഉണ്ടാക്കാനൊക്കെ അറിയാം. മുരിങ്ങയില തോരനും അല്ലാതെ ഒലത്ത് എന്നൊക്കെ പറഞ്ഞ് പല രൂപത്തിൽ കറി ഉണ്ടാക്കാൻ അറിയാമായിരിക്കും. ഓർമ്മശക്തി കൂട്ടാൻ നല്ലത്. അതുകൊണ്ടാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാ പ്രായക്കാർക്കും ഇത് നല്ലതാണ്. മുടിക്ക്, നമ്മുടെ മുടി, നമ്മുടെ തൊലി, നമ്മുടെ പല്ല്, അതിനൊക്കെ വളരെ നല്ലതാണ് ഈ മുരിങ്ങയില. അതോടൊപ്പം തന്നെ ഓവറായി കഴിച്ച്, ഞാൻ പറഞ്ഞല്ലോ ഏത് പ്രായക്കാരാണെങ്കിലും ഇത് അമിതമായ എല്ലാ ദിവസവും മുരിങ്ങയില, അങ്ങ് എത്ര പ്രോട്ടീൻ ഉണ്ടെങ്കിൽ എനിക്ക് കുറെ പ്രോട്ടീൻ കിട്ടട്ടെ എന്ന് വിചാരിച്ച് എല്ലാ ദിവസവും കഴിച്ചാൽ വയറിളക്കം ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഇനി മുരിങ്ങയിലയുമായി ബന്ധപ്പെട്ട് വളരെയധികം ഉള്ള ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു സംശയമാണ്, കർക്കിടക മാസത്തിൽ മുരിങ്ങയില കഴിക്കാൻ പാടില്ല എന്ന് പഴമക്കാർ പറയാറുണ്ടല്ലോ, അത് ശരിയാണോ? അതിന് 2 അർത്ഥമാണുള്ളത്. ഞാനത് പല ഡോക്ടർമാരോടും സംസാരിച്ചപ്പോൾ അവരൊക്കെ പലരും പല രൂപത്തിലാണ് അവരുടെ അഭിപ്രായം പറഞ്ഞത്. അതായത് ഈ ഭൂമിയിലെ വിഷാംശമെല്ലാം ഈ മുരിങ്ങയുടെ വേരിങ്ങനെ വലിച്ചെടുത്തിട്ട് കർക്കിടക മാസമാകുമ്പോൾ ഈ വിഷാംശമെല്ലാം തണ്ടിലൂടെ മേളിലേക്ക് പോയി എല്ലാം ഇലകളിൽ പോയി അടിയുന്നു. അപ്പൊ അതുകൊണ്ട് ഈ കർക്കിടക മാസത്തിൽ അതിങ്ങനെ കഴിക്കുമ്പോൾ, അത് പറിച്ച് നമ്മൾ കഴിച്ചാൽ അത് മരണം വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പല പഴമക്കാരും പറയാറുണ്ട്. ഇത് സത്യമാണോ? ചില ഡോക്ടർമാർ പറയുന്നു, ഡോക്ടർമാരുടെ അഭിപ്രായം പിന്നെ കുഴപ്പമില്ല. ചില ആളുകൾ പറയുന്നു അത് വെറുതെയാണ്, അങ്ങനെയൊന്നുമില്ല. എന്നാൽ ചില ഡോക്ടർമാർ പറയുന്നു, എന്താണ് ആ പഴമക്കാരങ്ങനെ പറയുന്നതിൽ മൊത്തം ശരിയില്ലെങ്കിലും കുറച്ച് ശരിയുണ്ട്. കാരണം എന്താണ്? ഈ കർക്കിടക മാസത്തിൽ എന്നല്ല, മിക്കപ്പോഴും കർക്കിടക മാസത്തിൽ എന്താ ഒരു പ്രത്യേകത? നമ്മുടെ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ സാധാരണ മഴയുള്ള മാസമാണ്. ജൂൺ, ജൂലൈ, ആഗസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ടൈമൊക്കെ ആയിരിക്കും. അപ്പോൾ എന്താണ്, നല്ല മഴയായിരിക്കും, നല്ല അന്തരീക്ഷം തണുത്ത് നിൽക്കുകയായി. ഇന്നിപ്പോ അതൊക്കെ മാറിയിട്ടോ. ഇന്നിപ്പോ എന്താണ്, തുലാമാസത്തിൽ പെയ്യേണ്ട മഴ വേറെ മാസത്തിലായിരിക്കും, വേറെ മാസത്തിൽ വരേണ്ട വെയിൽ തുലാമാസത്തിലായിരിക്കും. അപ്പൊ അങ്ങനെ മാറി തിരിഞ്ഞ കാലാവസ്ഥയൊക്കെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. പക്ഷെ പഴമക്കാരെങ്ങനെ പറയാനുള്ള കാരണം, ഈ കർക്കിടക മാസത്തിലാണ് നല്ല മഴയുള്ളത്. ഈ മഴയുള്ള സമയത്ത് നമ്മുടെ ശരീരത്തെ ദഹനം അല്പം കുറവായിരിക്കും, സാധാരണ മാസത്തേക്കാൾ വെച്ച് നോക്കുമ്പോൾ അല്പം കുറവായിരിക്കും. ഈ മുരിങ്ങയില എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ധാരാളം ദഹനം വേണം, അതൊന്ന് ദഹിക്കാൻ ഇച്ചിരി ശരീരത്തിന് ഒരു ആഫിയത്ത് വേണം. പക്ഷെ ഈ കർക്കിടക മാസത്ത് നമ്മുടെ ശരീരം മൊത്തം ഒരു ഉള്ളില് ദഹനം കുറവായിരിക്കുന്ന സമയത്ത് ഈ ഇല കഴിച്ചാൽ വയറിളക്കം പോലെ, വയറിന് അസ്വസ്ഥത പോലെ, ഗ്യാസ് ഉണ്ടാകുന്ന പ്രയാസം പോലെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കർക്കിടക മാസത്തിൽ ഇത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അല്ലാതെ ഇത് കഴിച്ചാൽ മരിച്ചു പോകും എന്നൊന്നും ഇതിന് അർത്ഥമില്ല എന്നാണ് ചില ഡോക്ടർമാരൊക്കെ പറഞ്ഞത്. ഇനി മാത്രമല്ല, ഈ മുരിങ്ങയിലെ പറ്റി ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. മുരിങ്ങയിലെ പറ്റി, മുരിങ്ങയില അവിടെ വെക്കാൻ പാടില്ല, മുരിങ്ങ ഇവിടെ വെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട്. പലരും ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് വെച്ചായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. ഇനിയിപ്പോൾ അതുപോലെ തന്നെ പഴമക്കാര് പറയുന്നതാണ്, ഈ മുരിങ്ങ മരത്തിൽ നിന്നും മുരിങ്ങ ഇല നമ്മൾ പറിച്ചു, കറി വെക്കാൻ വേണ്ടി പറിച്ചു. എന്നിട്ട്
അത് അധിക സമയം നമ്മൾ അവിടെ വെക്കാൻ പാടില്ല, പെട്ടെന്ന് തന്നെ നമ്മളത് പാചകം ചെയ്ത് കഴിക്കണം എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ് ഒരുപാട് വിഷാംശം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാം. അപ്പം അതിലും എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് പല ഡോക്ടർമാരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ചില കാരണങ്ങളുണ്ട്. അതായത് മുരിങ്ങയില നമ്മൾ മരത്തിൽ നിന്ന് പറിച്ചിട്ട് ഉടൻ തന്നെ അധികം താമസിയാതെ തന്നെ നമ്മളത് കറി വെച്ച് കഴിക്കണമെന്നാണ്. അതായത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം മുരിങ്ങയില പറിക്കുക. പക്ഷെ നമുക്കങ്ങനെ പറ്റൂല. നമ്മളിപ്പോൾ നമ്മുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയി, ഇപ്പോൾ കോഴിക്കോടുള്ള ആള് എറണാകുളത്ത് വന്നപ്പോൾ, എറണാകുളത്ത് അമ്മായിയുടെ മോളുടെ കല്യാണം അവിടെ വന്നപ്പോൾ നല്ല മുരിങ്ങ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഭാഗത്തുനിന്ന് കിട്ടൂല. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മുരിങ്ങയില പറിച്ചുകൊണ്ട് പോയി അത് വീട്ടിൽ ചെന്നപ്പോൾ അവർ വീട്ടിൽ ചെന്നിട്ട് പെട്ടെന്ന് തന്നെ അത് കറി വെച്ച് കഴിക്കണം എന്നാണ്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഉണ്ടാകും. അതിൽപ്പെട്ട ഒന്നാണ് മുരിങ്ങയില എന്ന് പറഞ്ഞാൽ പോഷകങ്ങളുടെ വൻ കലവറയാണ്. വിറ്റാമിൻ സി ഉണ്ട്, വിറ്റാമിൻ എ ഉണ്ട്, അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസുകൾ, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഇത് പറിച്ച ഉടൻ തന്നെ നമ്മളിത് ഉപയോഗിച്ചില്ല എങ്കിൽ ഇതിൻ്റെ വിറ്റാമിൻ ഗുണങ്ങളൊക്കെ കുറയാൻ സാധ്യതയാണ്. ഇത് പാചകം ചെയ്യാതെ ഇങ്ങനെ പറിച്ചിട്ട് എത്രമാത്രം വെക്കുന്നു അത്രമാത്രം അതിൻ്റെ ഗുണങ്ങൾ കുറഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പഴമക്കാർ എന്ത് പറയുന്നത്, ഇത് പറിച്ച ഉടൻ തന്നെ കറി വെക്കണമെന്ന് പറയുന്നത്. നമ്മൾ പച്ചക്കറി കടയിൽ പോയാൽ, ഏത് വലിയ പച്ചക്കറി കടയാണെങ്കിലും അവിടെ കറിവേപ്പില ഉണ്ടാകും, ചിലപ്പോൾ ചീര ഉണ്ടാകും, മുരിങ്ങാക്കോൽ ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. പക്ഷെ ഈ മുരിങ്ങയില പലപ്പോഴും നമ്മുടെ കടകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടൂല. അതിൻ്റെ പിറകിൽ 2-3 കാരണങ്ങളുണ്ട്. ഈ മുരിങ്ങയില പറിച്ച് നമ്മൾ മരത്തിൽ നിന്നും പറിച്ചു വെച്ചാൽ പിന്നീട് അത് അധികം താമസിയാതെ ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ അതിൽ വിഷാംശം ഉണ്ടാകും, അത് പിന്നെ കഴിച്ചാൽ മരിച്ചു പോകും എന്നൊക്കെ ചില പഴമക്കാർ പലരും ഒക്കെ പറയാറുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ പിറകിൽ ചില കാര്യങ്ങളുണ്ട്. മരിച്ചു പോകുമോ ഇല്ലയോ അത് മറ്റൊരു വിഷയം. പക്ഷേ നമ്മുടെ ശരീരത്തിന് പലപ്പോഴും അത് ഗുണകരമാവാൻ സാധ്യത കുറവാണ്. അതിൽപ്പെട്ട ഒന്നാണ് ഈ നമ്മൾ പറിച്ചു വെച്ച് ഒരുപാട് സമയം നമ്മൾ കറി വെക്കാതെ അങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ, ഒന്നാമത് ആ ഇലകൾ വാടിപ്പോകും. വാടിക്കഴിഞ്ഞാൽ പിന്നെ അതിനൊരു കയ്പ്പ് രസമായിരിക്കും. അപ്പോൾ പിന്നെ കഴിക്കാൻ തന്നെ നമുക്കൊരു എന്തൊരു ഒരു കയ്പ്പ് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു അസ്വസ്ഥതയോടുകൂടി നമ്മൾ കഴിക്കുമ്പോൾ ശരീരത്തിൽ പിടിക്കൂല. അപ്പോൾ വയറിന് കേടുണ്ടാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഈ പറിച്ച് നമ്മൾ ഒരുപാട് സമയം വെക്കുമ്പോൾ അതിൻ്റെ തണ്ടുകൾ പെട്ടെന്ന് ചീഞ്ഞു പോകും. ഇത് ചെറിയ നേർത്ത തണ്ടുകളാണ്, പെട്ടെന്ന് ചീഞ്ഞു പോവുകയും അതിലൂടെ ബാക്ടീരിയ കടന്ന് നമ്മളത് എത്ര വേവിച്ചാലും ചിലപ്പോൾ ചത്തുപോകാത്തതായിരിക്കും. ഇനി ചത്തതാവട്ടെ നമ്മൾ വയറ്റിൽ ചെല്ലുമ്പോൾ നമുക്ക് പിടിക്കാതെ വരും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇത് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. ഈ മുരിങ്ങയില പറിച്ച് നമ്മൾ മരത്തിൽ നിന്നും പറിച്ച് നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ, ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ വിഷാംശം ഉണ്ടാകും, മരിച്ചു പോകും, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ചില ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വയറിന് പിടിക്കൂല. അതെന്താ കാരണം? ആ തണ്ടിൽ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മറ്റേ ബാക്ടീരിയ ഒക്കെ ഉണ്ടായി അത് വയറ്റിലേക്ക് ചെല്ലുമ്പോൾ ഇപ്പോൾ നമുക്കത് വയറിന് പിടിക്കുന്നില്ല എന്ന് മാത്രം. അല്ലാതെ വിഷം വന്ന് അത് കഴിച്ചാൽ മരിച്ചു പോകും, അങ്ങനത്തെ ഒരു അവസ്ഥയില്ല. പിന്നെ ഈ കടകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടൂല. എന്താ കാരണം? സത്യത്തിൽ ഇത് ഫ്രിഡ്ജിലാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എറണാകുളത്ത് നമ്മുടെ ബന്ധുവിൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മുരിങ്ങയില നമ്മൾ പറിച്ചു. നമ്മളത് നമ്മുടെ കോഴിക്കോടുള്ള വീട്ടിൽ, കാസർഗോഡുള്ള വീട്ടിൽ കൊണ്ടുപോയി. അത് നമ്മൾ അങ്ങനെ വെച്ചാൽ പെട്ടെന്ന് അത് ചീഞ്ഞു പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് കേടാവാതെ സൂക്ഷിച്ചു വെക്കണം. എങ്ങനെയാണ് കേടാവാതെ സൂക്ഷിച്ചു വെക്കുന്നത്? ഒരു ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ, ആ ന്യൂസ് പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ തണ്ട് കളയാതെ തന്നെ അതിൽ പേപ്പറിൽ വെച്ചിട്ട് അത് മടക്കി സുരക്ഷിതമായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അടർത്തിയെടുത്താലും കുഴപ്പമില്ല. ഇങ്ങനെ അടർത്തിയെടുത്താലോ അല്ലെങ്കിൽ അടർത്തിയെടുക്കാതെ തന്നെയോ ഈ നമ്മുടെ എയർ പോവാത്ത ചില പ്ലാസ്റ്റിക് കവറുകളുണ്ട്, അല്ലെങ്കിൽ ചെറിയ ബോക്സുകളുണ്ട്, അതിൽ സുരക്ഷിതമായി വെച്ചിട്ട് അത് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ നേരിട്ടും വെക്കാം. പക്ഷേ അധികം ഇപ്പം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നില്ല, നാളെയോ മറ്റന്നാളോ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമുക്കൊരു ഉറപ്പില്ലാത്ത സമയം, എപ്പോഴും ഉപയോഗിക്കണമെന്ന് അറിയില്ല, കറിയില്ലാത്തപ്പോൾ ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ പുറത്ത് സൂക്ഷിക്കരുത്, ഫ്രിഡ്ജിൽ തന്നെ ഈ പേപ്പറിൽ അതൊക്കെ പൊതിഞ്ഞ് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെയാണ് സൂക്ഷിക്കേണ്ടത്. ഇനിയിപ്പോൾ വൈകുന്നേരം നമ്മൾ എടുക്കും എങ്കിൽ നമുക്ക് പുറത്ത് ടെമ്പറേച്ചറിൽ ഈ പേപ്പർ, ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് അതിൽ പൊതിഞ്ഞ് വെച്ചാലും കുഴപ്പം ഇല്ല. പിന്നെ ഈ കഴുകി വെക്കരുത്. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ തന്നെ ഈ കഴുകി നല്ലപോലെ കുട്ടപ്പനാക്കി കഴുകിയൊക്കെ വെക്കുന്ന സ്വഭാവം വേണ്ട. കാരണം ജലാംശം പോയിട്ടുണ്ടാവില്ല. ജലാംശം ഇരിക്കും തോറും ആ ഇല അഴുകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് ഡോക്ടർമാർ പറഞ്ഞു തരുകയാണ്. പിന്നെ ഏറ്റവും കഴുകേണ്ടത് എപ്പോഴാണ് കറി വെക്കുന്നത് അതിന് തൊട്ട് മുമ്പാണ് അത് കൂടുതൽ ഇങ്ങനെ അത് കഴുകി അതിൻ്റെ ഗുണങ്ങൾ പോവാൻ സാധ്യതയുണ്ട്. നമ്മളിങ്ങനെ നോക്കുക,
നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമല്ലോ, ഈ പുഴുവുള്ളതോ അല്ലെങ്കിൽ എന്താണ് കേടായതോ അത് മാത്രം നുള്ളിക്കളഞ്ഞിട്ട് ബാക്കി നമുക്ക് ആ ചെറിയ തണ്ടോടുകൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കറി വെക്കാം. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു വന്നത് മുരിങ്ങയില. അപ്പോൾ പാവപ്പെട്ടവന്റെ ഇറച്ചി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മുരിങ്ങയില, മുരിങ്ങക്കോല്, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ പറഞ്ഞത്. ഇത് മനസ്സിലാക്കി നമ്മൾ ഇനി പാചകം ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇത് മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കാൻ പ്രത്യേകം നമ്മൾ ഓർക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എത്രയോ അനുഗ്രഹങ്ങളാണ് നമുക്ക് ചുറ്റും വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ പറയണം എന്ത്, അൽഹംദുലില്ലാ എന്ന് പറയണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയണമെന്ന് പറയാനുള്ള കാരണം, നമ്മൾ ഓരോ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഇറച്ചിയാവട്ടെ മീനാവട്ടെ അതിലൊക്കെ ഒരുപാട് നമ്മുടെ ശരീരത്തിൽ വേണ്ട ഗുണങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സംവിധാനിച്ചു തന്ന പടച്ചോന് അൽഹംദുലില്ലാ എന്ന ഒരു ശുക്റിന്റെ വാക്ക് പറയാതെ നമ്മൾ നന്ദി കെട്ടവരായി പോകും. പറയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള വിഷാംശങ്ങളെല്ലാം മാറ്റി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉസ്താദെ, നിർത്തുകയാണോ? ഒരു കാര്യം പറഞ്ഞില്ല. എന്ത്? ഈ മുരിങ്ങയില നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടൂല. അതിന്റെ കാരണം ഉസ്താദ് പറഞ്ഞില്ല എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അതിന്റെ ഉത്തരം ദൈതാ പറയാൻ പോവുക. അതായത് ഞാൻ പറഞ്ഞല്ലോ, മുരിങ്ങയില നമ്മൾ ആ മരത്തിൽ നിന്ന് പറിച്ച് നമ്മുടെ സാധാരണ ടെമ്പറേച്ചറിൽ ഉപയോഗിച്ചാൽ വെക്കും തോറും അത് ഉണങ്ങി പോകും. പിന്നെ അത് ഉപയോഗിക്കുമ്പോൾ കയ്പായി മാറും, അത് അഴുകി പോകും. അപ്പം അതുകൊണ്ടാണ് പെട്ടെന്ന് അത് ഉപയോഗിക്കണം. അതുകൊണ്ടാണ് സാധാരണ നമ്മുടെ പച്ചക്കറി കടകളിൽ ഇത് നമുക്ക് വാങ്ങാൻ കിട്ടാത്തത്. എന്നാൽ വലിയ ഹൈടെക് ഫുൾ AC ടെമ്പറേച്ചറൊക്കെ ആണെങ്കിൽ ചില സൂപ്പർ മാർക്കറ്റുകളിൽ ഇങ്ങനെ കിട്ടുന്നു എന്നിങ്ങനെ കേൾക്കുന്നുണ്ട്. അല്ലാഹു ആലം. പക്ഷെ അങ്ങനത്തെ കടകളിൽ നിന്നും നമ്മൾ വാങ്ങിച്ചാലും അതുപോലെ തന്നെ നമ്മൾ സൂക്ഷിച്ചു കൊണ്ടുപോവേണ്ട ഒരു ബുദ്ധിമുട്ട് കാരണമാണ് പലരും ഈ മുരിങ്ങയില അത് എത്ര വലിയ ഗുണമുണ്ടായിട്ടും അത് വിൽക്കാൻ അത്രമാത്രം ഇൻട്രസ്റ്റ് കാണിക്കാത്തത്. പിന്നെ ഈ നമ്മുടെ കടകളിലൊക്കെ മുരിങ്ങ ഇല ഉണക്കി പൊടിച്ച പൗഡറൊക്കെ വാങ്ങാൻ കിട്ടും. പക്ഷെ അതൊക്കെ എത്രമാത്രം നമുക്കത് വിശ്വസിക്കാൻ പറ്റും എന്നറിയില്ല. അതിനേക്കാളൊക്കെ നല്ലത് നമ്മുടെ വീടുകളിൽ തന്നെ വാങ്ങി കഴുകി അത് ഉണക്കി പൊടിച്ച് നമ്മൾ ഉണ്ടാക്കുന്നു. അതൊക്കെ കുട്ടികൾക്ക് നമ്മുടെ പാലിൽ കലക്കി കൊടുക്കാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് മുഖത്തും ശരീരമൊക്കെ തേച്ചാൽ കറുത്ത പാടുകളൊക്കെ പോകുമെന്നൊക്കെ ആയുർവേദത്തിനൊക്കെ പറയുന്നുണ്ട്. കൂട്ടത്തിൽ പറയട്ടെ, നമ്മൾ ഇത്രമാത്രം റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീടിന്റെ നല്ല വെയിൽ കിട്ടുന്ന അല്പം തണുപ്പ് കിട്ടുന്ന ഒരു സ്ഥലം നോക്കിയിട്ട് ഒരു മുരിങ്ങ ചെടി വെച്ചാൽ നമുക്ക് ഈ പറയുന്ന മുരിങ്ങയില നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇന്നിപ്പോൾ മുരിങ്ങാക്കോലിനൊക്കെ മാർക്കറ്റുകളിൽ കിലോക്ക് 100 രൂപയും 150 ഒക്കെയായി മാറുന്നൊരു കാലമാണ്. അതുകൊണ്ട് നമുക്കതൊരു നല്ലൊരു വരുമാന മാർഗം ആക്കാനും പറ്റും. അതല്ല, നമുക്ക് തന്നെ അത് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാനും പറ്റുന്നതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ഇഹപര വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.